അച്ഛാ എവിടെ പോവാ അച്ഛാ? നമ്മുടെ കുഞ്ഞിന് ഉടുപ്പ് പഠിക്കാൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ദിവസമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം, ഒരുപാട് കാത്തിരിപ്പിന്റെ ശേഷം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ്. അപ്പം ഞങ്ങളുടെ ബേബി ബോയ് ആണ്. അപ്പം എവിടുന്ന് വാങ്ങിക്കണ്ടേ, എന്ത് വാങ്ങിക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഉടുപ്പ് മേടിക്കാൻ പോവാണ്. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള നെക്സ്റ്റ് എന്ന് പറയുന്ന ഷോപ്പിലേക്കാട്ടോ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അച്ഛാ എവിടെ പോവാ അച്ഛാ? നമ്മുടെ കുഞ്ഞിന് ഉടുപ്പ് പഠിക്കാൻ. വി ആർ സോ ഹാപ്പി. ഞങ്ങളുടെ ബേബിക്ക് വേണ്ടി ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് കുഞ്ഞുണ്ടാവുന്നതിന് മുന്നേ തന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ മേടിച്ച് വയ്ക്കണം. പിന്നെ ഇവിടെ HSCയുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റേയുടെ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നേരത്തെ മേടിച്ച് വയ്ക്കാം. പിന്നെ അതുകൂടാണ്ട് നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് മേടിച്ച് വയ്ക്കാം. ഇതൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റുമല്ലോ. ഇപ്പം നമ്മൾ മേടിക്കാൻ പോകുന്നത് ന്യൂ ബോൺ ഡ്രസ്സസ്സാണ്. അതായത് ഫസ്റ്റ് സൈസ് ഡ്രസ്സസ് അല്ലെങ്കിൽ 0 to 1 month സൈസ് വരുന്ന ഡ്രസ്സസ്സാണ് മേടിക്കാൻ പോകണേ. അതായത് ആ ലിസ്റ്റിൽ പറഞ്ഞ അനുസരിച്ച് നമുക്ക് 1 സീസ് വേണം, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇടാനുള്ള വെസ്റ്റ് വേണം, ക്യാപ്പ് വേണം, സോക്സ് വേണം, പിന്നെ ചെറിയ ബ്ലാങ്കറ്റ് വേണം, ഫേസ് ടവൽ വേണം, ബിബ് വേണം. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുമ്പം ഔട്ട് ഗോയിങ് ഔട്ട്ഫിറ്റായിട്ട് ഒരു സെറ്റ് വേണം നമുക്ക്. അത് തന്നെയാണ് ഞങ്ങൾ ഫസ്റ്റ് അവൻ്റെ ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് സെറ്റാക്കണം. ഞങ്ങൾ മുന്നേ ഈ ഒരു സെക്ഷനിൽ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടൊക്കെ. പക്ഷേ അത് കൂടുതലും പെൺകുട്ടികളുടെ സൈഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് വളരെ എളുപ്പമാണ്. പിന്നെ അവിടുന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട്, കാരണം ഒരുപാട് വെറൈറ്റി ഡ്രസ്സസ് അവിടെ കിട്ടും. നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സസ് ആ സെക്ഷനിൽ കിട്ടും. ഗേൾസിന് ഇഷ്ടം പോലെ സെലക്ഷൻസ് ഉണ്ടല്ലോ. ബോയ്സിൻ്റെ സെക്ഷൻ കൂടുതലും ബ്ലൂ, പിന്നെ എന്താ പറയുക, ബേജ് കളർ, യെല്ലോ കളർ, ന്യൂട്രൽ കളേഴ്സൊക്കെയാണ് ബോയ്സിൻ്റെ സെക്ഷനിലുള്ളത്. അതുകൊണ്ട് കളേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ തപ്പി സമയം പോകത്തില്ല. ന്യൂട്രൽ കളേഴ്സ് ഇവർ വെക്കുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് കുഞ്ഞുണ്ടാവുന്നതിന് മുന്നേ നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ന്യൂട്രൽ കളേഴ്സ് മേടിച്ചുകൊണ്ട് പോകാമല്ലോ. കുഞ്ഞിൻ്റെ ന്യൂ ബോൺ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷൂ തപ്പിയിട്ട് കിട്ടിയില്ല. എല്ലാം ബ്ലൂ കളർ അല്ലെങ്കിൽ ന്യൂട്രൽ കളറാണ് ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, ഇവിടെ ഉള്ളതെല്ലാം മിക്കതും ന്യൂട്രൽ കളേഴ്സാണ്. പിന്നെ ഞാൻ മസ്ലിൻ ക്ലോത്ത് നോക്കിയിട്ട് എനിക്ക് നെക്സ്റ്റിൽ കിട്ടിയില്ല. അപ്പം നമ്മൾ പെനിസിൽ വന്നു. പെനിസിൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ ക്ലോത്ത് എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. അങ്ങനെ നമ്മളുടെ ന്യൂ ബോൺ ക്ലോത്ത്സിൻ്റെ ഷോപ്പിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് സ്മിത്തിലേക്കാണ്. സ്മിത്തിലാണ് ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. അതായത് ബേബിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രോളർ, പിന്നെ അതുപോലെ ബേബിയുടെ ബെഡൊക്കെ എവിടെയാണ്, ബേബി കോട്ടൊക്കെ എവിടെയാണുള്ളത്. അപ്പം സ്ട്രോളറിൻ്റെ സെക്ഷനിലാണ് നമ്മൾ ആദ്യം പോയത്. കുറേ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ബേബിയുടെ വെയ്റ്റും കുഞ്ഞിൻ്റെ ഏജ് അനുസരിച്ചൊക്കെയാണ് സ്ട്രോളേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുറേ ബ്രാൻഡ് ഉണ്ട്. ഗ്രേക്കോ ഉണ്ട്, സൈബക്സ് ഉണ്ട്, അതുപോലെ ഡൂണ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ഉണ്ടായിരുന്നു. ഒരെണ്ണം നമുക്ക് ബേബിയുടെ കോട്ടായിട്ട് മാറ്റി വയ്ക്കാം, അതായത് ബേബി ബെഡായിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ന്യൂ ബോൺ ടൈമിലൊക്കെ അത് ഈ കാണുന്ന ഇതൊക്കെ കണ്ടോ, ന്യൂ ബോൺ ടൈമിൽ എനിക്കിത് ഭയങ്കര യൂസായിട്ട് തോന്നി. കണ്ടോ, നല്ല ബെഡായിട്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറ്റും. പക്ഷേ എപ്പോഴും ഇത് സെപ്പറേറ്റ് ചെയ്യാൻ നടക്കണം, അതാണ് വേറൊരു പ്രശ്നം. 3-in-1 സിസ്റ്റമാണ്. 314 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഐസോഫിക്സ് സെപ്പറേറ്റ് നമ്മൾ മേടിക്കണം. ഇതുണ്ടോ, നല്ലൊരു കളറല്ലേ, നല്ലൊരു ന്യൂട്രൽ കളർ. ഇത് വേറൊരു ബ്രാൻഡാണ്, ഗ്രേക്കോ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 479. ഗ്രേക്കോ
ഇതിൻ്റെ തന്നെ ഇതിൻ്റെ തന്നെ സ്വിങ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്വിങ്, അതുപോലെ ടമ്മി ടൈം കൊടുക്കാനുള്ള മാറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഗ്രേക്കോയ്ക്കുണ്ട്. ഇത് വേറൊരു ബ്രാൻഡാണ്. ഇതൊരു ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതതിൻ്റെ കൂടെ ഉള്ളതല്ലെന്നോ, സെപ്പറേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അത് നല്ലതായിരിക്കും. ഫാനൊക്കെ വാക്കിങ്ങിനൊക്കെ പോകുന്ന നേരത്ത് അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആക്സസറീസൊക്കെ നല്ലതാണ്. സൈബെക്സ്, അത് ഇച്ചിരി പ്രൈസ് റേഞ്ച് ഇച്ചിരി കൂടുതലാണ്, 1059. നമ്മൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഫിക്സ് ചെയ്തത് ഡൂണയാണ്. ഡൂണ കാർ സീറ്റ് വിത്ത് സ്ട്രോളറാണ് വരുന്നത്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളിപ്പം സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഒരുമിച്ച് തന്നെയാണ് അത് ഉള്ളത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ യൂസ് എന്താണെന്ന്, എന്തുമാത്രം ഹെൽപ്ഫുള്ളാണെന്നുള്ളത്. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് വേണ്ടിയത് ബേബി ക്രിബാണ്. ഇത് കണ്ടോ, ഇതൊരു ബാസിനെറ്റാണ്. ഇത് ബെഡ് സൈഡ് ക്രിബാണ്. നമ്മുടെ ബെഡിൻ്റെ സൈഡിൽ തന്നെ നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് പുഷ് ചെയ്ത് താഴ്ത്താൻ പറ്റും. 4 ഭാഗവും ട്രാൻസ്പെറൻറ്റ് മെഷാണ്. അതുകൊണ്ട് കുഞ്ഞിനെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മോണിറ്റർ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് സെക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെഡിൽ നിന്ന് എണീറ്റ് പോകാണ്ട് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ഇതുപോലെ കുഞ്ഞിനെ എടുക്കാനും ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ 2-3 ഓപ്ഷൻസൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതിനിടയിൽ നമ്മളുടെ ഫ്രണ്ട് നമ്മളെ വിളിച്ചിട്ട് നമുക്ക് ബെഡ് കോട്ട് അവർ ഗിഫ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഇതാണ് അവർ ഗിഫ്റ്റ് ചെയ്യുന്ന ബെഡ്. ഇതെന്ന് പറഞ്ഞാൽ കോട്ട് ബെഡാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ ന്യൂ ബോൺ ഫേസ് കഴിഞ്ഞാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. താങ്ക്സ് ഫോർ അവർ ഫ്രണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മളിങ്ങനെ സ്വിങ്ങൊക്കെ ചുമ്മാ ഇങ്ങനെ നോക്കുമായിരുന്നു. 3-4 ടൈപ്പ് സ്വിങ് ഉണ്ട്. ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ സൈഡിലേക്കൊക്കെ സ്വിങ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ സ്വിങ് വാങ്ങിക്കുന്നില്ല, ഓരോന്നും നമ്മൾ നോക്കി വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. എന്ത് രസം നമുക്ക്